Next is peak to peak value. What is peak to peak value of a waveform? ഒരു waveformന്റെ peak to peak value എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു വോൾട്ടേജ് waveform കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ വോൾട്ടേജ് waveformന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഇത്. ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നമ്മള് ഈ പോസിറ്റീവ് ഹാഫിലെ മാക്സിമം വോൾട്ടേജിനെ വിളിക്കുന്ന പേര് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫിന്റെ മാക്സിമം വോൾട്ടേജിനെ വിളിക്കുന്ന പേര് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പീക്ക് ടു പീക്ക് വാല്യൂ? പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ the full voltage between positive and negative peak of a waveform is known as peak to peak value. അപ്പോൾ പോസിറ്റീവ് പീക്ക് ഇതാണ് പോസിറ്റീവ് പീക്ക്, ഇതാണ് നെഗറ്റീവ് പീക്ക്. ആ പോസിറ്റീവ് പീക്കിനും നെഗറ്റീവ് പീക്കിനും ഇടയ്ക്കുള്ള ആ ഫുൾ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ. ഈ ഫുൾ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിള് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 10 വോൾട്ട്, അതായത് പോസിറ്റീവ് പീക്ക് മാക്സിമം 10 വോൾട്ട്, നെഗറ്റീവ് പീക്കും 10 വോൾട്ട്, അതായത് -10. അപ്പോൾ ആ മൈനസ് ആയി നമ്മൾ കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ പോസിറ്റീവ് പീക്ക് എന്ന് പറയുന്നത് 10 ആണ്, 10 വോൾട്ട് ആണ്. നെഗറ്റീവ് പീക്ക് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ആ പോസിറ്റീവ് പീക്കിനും നെഗറ്റീവ് പീക്കിനും ഇടയിലുള്ള ആ ഫുൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? പോസിറ്റീവ് പീക്കിൽ നിന്ന് 0 വരെ 10 വോൾട്ട്, ഇത്രയും 10 വോൾട്ട്. ഈ 0ൽ നിന്ന് നെഗറ്റീവ് പീക്കിലേക്ക് എത്ര വോൾട്ട് ഉണ്ട്? 10 വോൾട്ട്. 10 10 20. So peak to peak value is 10 plus 10 20. 20 വോൾട്ട് ആണ് ഇവിടുത്തെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പീക്കും, ഇതാണ് പോസിറ്റീവ് പീക്ക്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് ഇതാണ്, ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക്. ആ പോസിറ്റീവ് ഹാഫിനും നെഗറ്റീവ് ഹാഫിനിടയിലുള്ള പോസിറ്റീവ് പീക്കിനും നെഗറ്റീവ് പീക്കിനിടയിലുള്ള ഫുൾ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ. ഇവിടെ പോസിറ്റീവ് പീക്ക് 10 ആണ്, നെഗറ്റീവ് പീക്ക് 10 ആണ്. ഈ പോസിറ്റീവ് പീക്ക് തൊട്ട് 0 വരെ 10 വോൾട്ട് ആണുള്ളത്, അതായത് ആംപ്ലിറ്റ്യൂഡ് 10. ഇനി 0ൽ നിന്ന് നെഗറ്റീവ് പീക്ക് വരെ 10 വോൾട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 plus 10 20 വോൾട്ട് ആണ്. അപ്പോൾ ഇതാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് പീക്കിനും നെഗറ്റീവ് പീക്കിനും ഇടയിലുള്ള ഫുൾ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ. ഇത് സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് VPP. ഓക്കെ, അതായത് PP എന്ന് പറഞ്ഞാൽ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്നാണ്. അല്ലെങ്കിൽ ചിലടത്ത് എഴുതും VPK-PK എന്ന് പറഞ്ഞാലും പീക്ക് ടു പീക്ക്. ഓക്കെ, അത് സൂചിപ്പിക്കുന്ന പീക്ക് ടു പീക്ക് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പീക്ക് ടു പീക്ക് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് VPP എന്നാണ്, അതായത് പീക്ക് ടു പീക്ക്. ദിസ് PP represents പീക്ക് ടു പീക്ക് വോൾട്ടേജ്. ഇനി കറണ്ട് ആണെങ്കിലോ വോൾട്ടേജിന് പകരം I വരും, വിക്ക് പകരം I വരും. IP-P, അതായത് I പീക്ക് ടു പീക്ക് അല്ലെങ്കിൽ IPK-PK. ഓക്കെ, ഈ PK എന്ന് പറഞ്ഞാൽ പീക്ക് ടു പീക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് പീക്ക് ടു പീക്ക് എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് പീക്കിനും നെഗറ്റീവ് പീക്കിനും ഇടയിലുള്ള ആ ഫുൾ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വോൾട്ടേജ്. The full voltage between positive peak and negative peak is known as peak to peak voltage.
പോസിറ്റീവ് പീക്കിനും ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അതിന്റെ പീക്ക് ഇതാണ്. ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതിന്റെ പീക്ക് ഇതാണ്. ആ പോസിറ്റീവ് പീക്കിനും നെഗറ്റീവ് പീക്കിനിടയിലുള്ള ഫുൾ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓർ RMS വാല്യൂ. വാട്ട് ഈസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? RMS എന്ന് പറഞ്ഞാൽ R represents root, M represents mean, S represents square. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. ഇനി എന്താണ് ഈ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു AC ക്വാണ്ടിറ്റിയുടെ DC ഇക്വലന്റ് വാല്യൂ ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. DC equivalent value of AC. Okay, ഒരു AC ക്വാണ്ടിറ്റിയുടെ DC equivalent വാല്യൂ ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു AC ക്വാണ്ടിറ്റിയുടെ DC ഇക്വലന്റ് വാല്യൂ ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. AC ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജ് ആകാം അല്ലെങ്കിൽ കറണ്ട് ആകാം. അപ്പോൾ AC വോൾട്ടേജിന്റെ ഇക്വലന്റ് DC വാല്യൂ, ഓക്കെ, അല്ലെങ്കിൽ AC കറണ്ടിന്റെ ഇക്വലന്റ് DC വാല്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ. അപ്പോൾ AC ക്വാണ്ടിറ്റിയുടെ DC ഇക്വലന്റ് വാല്യൂ ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ക്വാണ്ടിറ്റി ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുകിൽ വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ കറണ്ട് ആണ്. അപ്പോൾ AC വോൾട്ടേജിന്റെ DC ഇക്വലന്റ് വാല്യൂ, AC വോൾട്ടേജിന് ഇക്വലന്റ് ആയിട്ടുള്ള DC വോൾട്ടേജ്, ഓക്കെ, അല്ലെങ്കിൽ AC കറണ്ടിന് തുല്യമായ DC കറണ്ടിന്റെ വാല്യൂ, അതാണ് RMS വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു AC വോൾട്ടേജിന്റെയോ അല്ലെങ്കിൽ കറണ്ടിന്റെയോ DC ഇക്വലന്റ് വാല്യൂ ആണ് RMS വാല്യൂ. അതായത് ഒരു AC ക്വാണ്ടിറ്റിയുടെ DC ഇക്വലന്റ് വാല്യൂ ആണ് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു 6 വോൾട്ട് RMS AC ഒരു ബൾബിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, ഒരു ലാമ്പിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ AC RMS വാല്യൂ എത്രയാണ്? 6 വോൾട്ട് ആണ്. അപ്പോൾ കണക്ട് ചെയ്താൽ ബൾബ് എന്ത് ചെയ്യും? ബ്രൈറ്റൻ ചെയ്യും. ഓക്കെ, ബ്രൈറ്റ്നസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 6 വോൾട്ട് RMS ACക്ക് ക്രോസ് ആയിട്ടാണ് ബൾബ് കണക്ട് ചെയ്തത്. അപ്പോൾ ബൾബ് കത്തും, അത് ബ്രൈറ്റ്നസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മള് 6 വോൾട്ട് DC കണക്ട് ചെയ്യുന്നു. 6 വോൾട്ട് DC കണക്ട് ചെയ്യുന്നു. അപ്പോഴും ബൾബ് ബ്രൈറ്റൻ ചെയ്യും. നേരത്തെ എത്രമാത്രം ബൾബ് ബ്രൈറ്റ്നസ് പ്രൊഡ്യൂസ് ചെയ്തു, സെയിം ബ്രൈറ്റ്നസ് ആയിരിക്കും ഈ 6 വോൾട്ട് DC കണക്ട് ചെയ്യുമ്പോഴും ഉണ്ടാവുന്നത്. ഓക്കെ, 6 വോൾട്ട് DC കണക്ട് ചെയ്യുമ്പോഴും 6 വോൾട്ട് AC RMS കണക്ട് ചെയ്യുമ്പോഴും ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം ബ്രൈറ്റ്നസ് ആയിരിക്കും. കാര്യം പിടികിട്ടിയല്ലോ? അപ്പോൾ 6 വോൾട്ട് DCയിൽ കണക്ട് ചെയ്താൽ കിട്ടുന്ന ബ്രൈറ്റ്നസ്സും 6 വോൾട്ട് AC RMSൽ കണക്ട് ചെയ്താൽ കിട്ടുന്ന ബ്രൈറ്റ്നസ്സും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു AC ക്വാണ്ടിറ്റിയുടെ DC ഇക്വലന്റ് ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. അതായത് 6 വോൾട്ട് AC RMSൽ ഒരു ബൾബ് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്രൈറ്റ്നസ്സും
6 വോൾട്ട് DC-ക്കകത്ത് ആ ബൾബ് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്രൈറ്റ്നസ്സും തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു AC ക്വാണ്ടിറ്റിയുടെ DC ഇക്വലന്റ് ആണ് ഈ RMS വാല്യൂ എന്ന് പറയുന്നത്. ഒരു AC വോൾട്ടേജിന് ഇക്വലന്റ് ആയിട്ടുള്ള DC വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു AC കറണ്ടിന് തുല്യമായിട്ടുള്ള DC കറണ്ട്, അതാണ് ഈ RMS വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. AC ക്വാണ്ടിറ്റിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള DC വാല്യൂ. ഓക്കെ, ഇനി നമ്മള് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് RMS വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, അതിനുശേഷം നമുക്ക് ലാസ്റ്റ് നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. ഇപ്പോൾ മാക്സിമം വാല്യൂ നമുക്കറിയാം. ഇവിടെ നോക്ക്, ഈ AC വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ VM എന്നാണ് നമ്മൾ എഴുതുന്നത്. VM മാക്സിമം വാല്യൂവിനെ നമ്മൾ VM എന്ന് എഴുതി, 10 വോൾട്ട് എന്ന് എഴുതി. മാക്സിമം വാല്യൂ 10 വോൾട്ട് ആണ്. ഓക്കെ, പോസിറ്റീവിലായാലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലായാലും മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 10 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. VRMS is equal to VM by root 2. VM by root 2. root 2ന്റെ വാല്യൂ നമുക്കറിയാം 1.41. ഓക്കെ, അപ്പോൾ VRMS is equal to VM by root 2. ഓക്കെ, ഈ 1 by root 2 പകരം നമുക്ക് എന്തെഴുതാൻ പറ്റും? root 2 എന്ന് പറഞ്ഞാൽ 1.41 ആണ്. അപ്പോൾ 1 by root 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.707 എന്ന് കിട്ടും. ഈ 1 by root 2 എന്ന് പറഞ്ഞാൽ നമുക്ക് root 2 എന്ന് പറഞ്ഞാൽ 1.414 ആണ്. അപ്പോൾ 1 by 1.414 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.707 എന്ന് കിട്ടും. അപ്പോൾ VRMS എന്ന് പറഞ്ഞാൽ VM by root 2, അതായത് 1 by root 2 വരെ നമ്മൾ എന്ത് എഴുതും? 0.707 എന്ന് എഴുതും. അപ്പോൾ VRMS എന്ന് പറഞ്ഞാൽ VM by root 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.707 into VM എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ VM 10 വോൾട്ട് ആണെങ്കിൽ VRMS എങ്ങനെ എഴുതാം? VM എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ അതിന്റെ RMS വാല്യൂ എങ്ങനെ എഴുതാം? VRMS is equal to 0.707 into 10. That is equal to 7.07 volt. മാക്സിമം വോൾട്ട് 10 ആണെങ്കിൽ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 7.07 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂവിനെ 0.707 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് RMS വാല്യൂ. ഓക്കെ, അപ്പോൾ VRMS എന്ന് പറഞ്ഞാൽ VM by root 2, 1 by root 2 എന്ന് പറഞ്ഞാൽ 0.707 ആണ്. അപ്പോൾ VRMS എന്ന് പറഞ്ഞാൽ VM into 0.707. അങ്ങനെയാണെങ്കിൽ IRMS എന്ന് പറഞ്ഞാൽ IM by root 2 ആണ്. IM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഡിവൈഡ് ബൈ 1 by root 2. നമുക്കറിയാം 1 by root 2 എന്ന് പറഞ്ഞാൽ 0.707 ആണ്. അപ്പോൾ IRMS എന്ന് പറഞ്ഞാൽ 0.707 into IM. അപ്പോൾ IRMS എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കാൻ കറണ്ടിന്റെ മാക്സിമം വാല്യൂവിനെ 0.707 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ IRMS is equal to 0.707 into IM. അതായത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ് IM, അതിനെ 0.707 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ IRMS കിട്ടും. അല്ലെങ്കിൽ IRMS എന്ന് പറഞ്ഞാൽ IM by root 2. ഈ 1 by root 2 ആണ് നമ്മളിവിടെ 0.707 എഴുതുന്നത്. അപ്പോൾ IRMS എന്ന് പറഞ്ഞാൽ 0.707 into IM. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു AC ക്വാണ്ടിറ്റിയുടെ DC ഇക്വലന്റ്, അതായത് ഒരു AC വോൾട്ടേജിനോ കറന്റിനോ തുല്യമായ DC വാല്യൂ ആണ് ഈ RMS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ എന്തായിരിക്കും? ഇപ്പോൾ നമുക്കറിയാം ഡെഫിനിഷന്റെ ഒരു ഏകദേശ ഐഡിയ നമുക്കറിയാം. ഒരു AC ക്വാണ്ടിറ്റിക്ക് തുല്യമായ DC വാല്യൂ. ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, ഡെഫിനിഷൻ ശ്രദ്ധിച്ച് പഠിക്കണം. RMS വാല്യൂവിന്റെ ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. RMS വാല്യൂവിന്റെ ഡെഫിനിഷൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
നോക്കുക, ഒരു റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ആ റെസിസ്റ്റൻസ് വഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്, ഒരു എ സി കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഒരു എ സി കറണ്ട് ഒരു റെസിസ്റ്റൻസ് വഴി ഫ്ലോ ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ടൈമിൽ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു റെസിസ്റ്റൻസ് വഴി ഒരു എ സി കറണ്ട് ഒഴുകുമ്പോൾ, ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് വഴി ഒരു എ സി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഡി സി കറണ്ടിന്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഡി സി കറണ്ടിന്റെ വാല്യൂ ആണ് ഈ RMS വാല്യൂ എന്ന് ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മള് ഒരു റെസിസ്റ്റൻസ് വഴി ഒരു എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അപ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു നിശ്ചിത സമയത്തേക്കാണ് ഒഴുകുന്നത്. ആ നിശ്ചിത സമയത്ത് തന്നെ ഈ ഡി സി കറണ്ട് ഫ്ലോ ചെയ്യണം. ഓക്കെ, അപ്പോൾ എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്നപ്പോഴത്തേക്ക് എന്തുമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡി സി കറണ്ടിന്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. അതായത് എ സി കറണ്ടിന്റെ ഡി സി ഇക്വലന്റ് ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് വഴി എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അപ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ അതേ ഹീറ്റ് തന്നെ, സെയിം ഹീറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഡി സി കറണ്ടിന്റെ വാല്യൂ ആണ് RMS വാല്യൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഒരു റെസിസ്റ്റൻസ് വഴി എ സി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അപ്പോൾ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേ ഹീറ്റ് തന്നെ, അത്ര ക്വാണ്ടിറ്റി ഹീറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഡി സി കറണ്ടിന്റെ വാല്യൂ ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് സ്റ്റഡി കറണ്ട്. ഇവിടെ സ്റ്റഡി കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഡി സി കറണ്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റഡി കറണ്ടിന് പകരം ഡി സി കറണ്ട് എന്ന് എഴുതാം. It is defined as that DC current. DC current എന്ന് എഴുതിയാലും സ്റ്റഡി കറണ്ട് എന്ന് എഴുതിയാലും സെയിം ആണ്. That DC current which when flowing through a given resistance for a given time produces the same amount of heat as produced by alternating current when flowing through the same resistance for the same time. അതായത് ഒരു എ സി കറണ്ട് ഒരു റെസിസ്റ്റൻസ് വഴി ഒഴുകുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഡി സി കറണ്ടിന്റെ വാല്യൂ ആണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു എ സി ക്വാണ്ടിറ്റിയുടെ ഡി സി ഇക്വലന്റ്. അപ്പോൾ ഈ എ സി ക്വാണ്ടിറ്റിയുടെ ഡി സി ഇക്വലന്റ് അല്ലേ ഇത് ആണ്. ആ വാല്യൂവിനെ പറയുന്ന പേരാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എ സി കറണ്ട് ഒരു റെസിസ്റ്റൻസ് വഴി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് ഉണ്ടാവും. സെയിം ഹീറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഡി സി കറണ്ടിന്റെ ഇക്വലന്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അതായത് സെയിം ഹീറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഡി സി കറണ്ടിന്റെ ഇക്വലന്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് DC current which when flowing through a given resistance for a given time produces the same heat. ഇവിടെ രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് തുല്യമാവണം. produces the same heat as produced by alternating current when flowing through the same resistance for the same time. അത് നമുക്ക് മലയാളത്തിൽ ആ ഡെഫിനിഷനിൽ ഒരു ഐഡിയ ഉണ്ടാവണം. അത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ ആ ഇംഗ്ലീഷിലേക്ക് അത്
എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പല വേർഡ്സ് ഇവിടെ കാണത്തില്ല. അതായത് ഒരു AC കറണ്ട് ഒരു റെസിസ്റ്റൻസ് വഴി ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ DC കറണ്ടിന്റെ ഇക്വലന്റ് വാല്യൂനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ. RMS വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വോൾട്ടേജ് ആണെങ്കിൽ VRMS എന്ന് പറഞ്ഞാൽ VM/√2, 1/√2 വരാം 0.707. അപ്പോൾ VRMS എന്ന് പറഞ്ഞാൽ 0.707 into VM. IRMS എന്ന് പറഞ്ഞാൽ IM/√2. അപ്പോൾ 1/√2 വരാം 0.707 എഴുതാം. IRMS is equal to 0.707 into IM. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ പറയാം. ഒരു 6 വോൾട്ട് AC RMS അക്രോസ് ആയിട്ട് ഒരു ലാമ്പ് കണക്ട് ചെയ്താൽ ബ്രൈറ്റ്നസ് പ്രൊഡ്യൂസ് ചെയ്യും. അതേ ബ്രൈറ്റ്നസ് തന്നെയായിരിക്കും അത് 6 വോൾട്ട് DC കണക്ട് ചെയ്താലും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.